അപ്പം നമ്മൾ അടുത്തുള്ള സ്ഥലം വരെ വന്നേക്കുവാണ് കേട്ടോ. ചെറിയൊരു ട്രിപ്പാണ്, ചെറിയൊരു വ്ലോഗും കൂടാണ് കേട്ടോ. അപ്പം നിങ്ങൾ താണ്ടെ ഈ കാണുന്ന പാറ കണ്ട, ഇതിൻ്റെ പേരാണ് കുടുക്കത്ത് പാറ കേട്ടാ. അപ്പം അതിൻ്റെ അടുത്ത് പോയി ഒന്ന് കാണണം കേട്ടാ. അപ്പം അഞ്ചുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ആൾക്കൊരു സന്തോഷമായിട്ടുണ്ട്. അപ്പം ശരി, ഇതിലേ പോയിട്ട് അതിലേ കയറി അങ്ങനെ പോകണം കേട്ടാ. കഴിച്ച അപ്പം പൊന്മുടിയിലെ പ്രശ്നം ഇവിടെ ഉണ്ട് കേട്ടാ, എല്ലായിടത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ക്യാഷ് പറ്റത്തില്ല കേട്ടാ. ഫോൺ പേ അങ്ങനെ എന്തെങ്കിലും സംഭവം പറ്റത്തുള്ളൂ. നമ്മൾ ആ പാടെ ഇവിടെ 3G ആയിട്ട് നിൽക്കുകയാണ് കേട്ടാ. എന്തായാലും നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ട്, ഫ്രണ്ടല്ല സ്വന്തം പെങ്ങളാണ്. അപ്പം പുള്ളിക്കാരി പൈസ തരും കേട്ടാ. നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബില്ലും ഇതൊന്ന് കാണിച്ചു തരാം. പാസ് 2 പേർക്കും ബൈക്കിനൂടെ 75 രൂപയാണ് കേട്ടോ. ഇപ്പം 75 രൂപയായി കൈസ്. അപ്പം നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി പോകണം കേട്ടോ. നമ്മൾ 5 ഒക്കെ എത്ര നേരം കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മേളിൽ പോകണം. അങ്ങനെ മേളിൽ വരുമ്പോഴത്തേന് ആദ്യത്തെ സ്പോട്ടാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ അതാണ് കേട്ടോ, ഈ വഴി നമ്മൾ കയറി വരണം കേട്ടോ. ഇതുവഴി മേളിലോട്ട് കയറാറുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് സ്പോട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ്ട് ഇങ്ങോട്ടൊന്ന് പോകണം കേട്ടോ. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിൻ്റ് കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും വ്യൂ പോയിൻ്റ് അല്ല ലക്ഷ്യം മൊത്തത്തിൽ തെറ്റുക. ഇതിനെപ്പോഴും ഞാൻ വേണ്ട, ഇവിടെ ഒരു ചെറിയൊരു ടെൻറ്റ് വരെ കാണാം. നമ്മുടെ ഗാർഡൊക്കെ ഇരിക്കാനുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അതൊക്കെ പോയി ഗൈസ്. അപ്പം നമുക്കെന്തായാലും ഇതിൽ കൂടെ ഇങ്ങനെ ഈ പാറപ്പുറത്തൂടെ കള്ളി പിടിച്ച് കയറുമ്പോഴത്തേനും അവിടെ ഉണ്ടൊരു വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കണ്ട, ഇതാണ്ട് ഇനി കാണുന്നതാണ് രസം. ഇതേ നോക്കിക്കോ, കണ്ട ഇതൊരു കൊച്ചു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇവിടെയാണ് ആദ്യം നമ്മൾ കയറി കാണുന്നത്. പിന്നെ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തുടങ്ങിയതാണ്, ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നൊരു AC പാറയാണ് കേട്ടോ. AC പാറ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു വലിയപ്പൊരു കാണത്തില്ല. ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വഴി തിരിഞ്ഞ്, എന്തായാലും ഈ വീടാണ് കേട്ടോ അടയാളം. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ്ട് ഇങ്ങോട്ടൊരു വഴി കൂടെ ഇറങ്ങുമ്പോൾ ഒരു വിള്ളൽ പോലെ കാണാം. ഒരു ഗ്യാപ്പാണ്. നമ്മൾ അവിടെ പോയിട്ട് ഞാൻ കണ്ട് ഇവിടെ ഒന്ന് ഇരുന്ന് കേട്ടാ. ആ വഴി കൂടെ വന്നിട്ട് ഇവിടെ ഒന്നിരുന്ന് നല്ല തണുപ്പാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ആ താഴെ നിന്ന് കയറി വരുന്നത് ക്ഷീണമൊക്കെ ഇവിടെ വന്നിരുന്നാൽ പോകും കേട്ടോ. അപ്പോൾ അവിടെ വരുന്നവരുടെ സ്ഥലത്തേക്ക് നിങ്ങൾ ആദ്യം ഇവിടെ വന്നിരിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഉള്ള ആ ഒരു മെയിൻ ഫാമാണ് കേട്ടോ അത്. ഇവിടെയാണ് എല്ലാവരും വന്നിരിക്കാറ്. ഒരു മെയിൻ വ്യൂ പോയിൻ്റ് ഇതാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതൊക്കെ ഏതൊരു സ്ഥലം കണ്ടുകൂടാ. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ഏറ്റവും വലിയ പാറ കേട്ടോ. അപ്പോൾ ഇതിനും തയ്ക്കാറുള്ള പരിപാടിയൊന്നും നമുക്ക് ഇവിടെ ഇല്ല. അല്ല, നമ്മൾ ചന്നപ്പേട്ടയുടെ സ്വന്തം 4 ഏക്കറാണ് ഈ കാണുന്നത്. ഇതല്ല ദാണ്ട് ഈ കാണുന്നത് ആ പച്ച കളർ. അപ്പോൾ എന്തായാലും നൈസ് വ്യൂ ആണ്. എന്തായാലും നമുക്ക് 5 എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. അവള് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു കൂട്ടാനോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. നമ്മൾ ഈ ചെറിയൊരു വ്ളോഗ് ഇത്രയുള്ള കേട്ടാ. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. കുറേ നേരം ഇവിടെ ഇരുന്ന കേട്ടാ. അപ്പം ശരി, നമ്മൾ പോവാ. ടാറ്റ.